ഹലോ, വെൽക്കം ബാക്ക്. ഇനി നമുക്കൊരു തിയറി പാർട്ട്. ഇതുവരെ നമ്മൾ പ്രോഗ്രാംസിനെ കുറിച്ചും നേരിട്ട് പ്രോഗ്രാമിലോട്ടൊക്കെയാണ് പോയത്. ഇനി കുറച്ച് സി പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ജനറലായിട്ട് വരുന്ന കുറച്ച് തിയറി പാർട്ട് കൂടി കവർ ചെയ്യാൻ ശ്രമിക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സ്യൂഡോ കോഡ്. ഈ സ്യൂഡോ കോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് റിയൽ, സ്യൂഡോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് റിയൽ ആൻഡ് സ്യൂഡോ കോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് റിയൽ ആയിട്ടുള്ള കോഡുകൾ. അതായത് നമുക്കൊരു പ്രോഗ്രാം എഴുതണം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വലി ആ സോഫ്റ്റ്വെയറിൻ്റെ കോഡ് എഴുതുന്നതിന് മുമ്പ് ചില സ്റ്റെപ്പുകൾ, നമ്മുടെ ലോജിക്ക് എങ്ങനെയാണ് നമ്മൾ ആ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് കോഡുകൾ എഴുതുന്നതിന് പകരമായിട്ട് സ്റ്റെപ്പുകൾ ഇംഗ്ലീഷിൽ, ജനറൽ ഇംഗ്ലീഷിൽ നമുക്ക് എഴുതാൻ പറ്റും, വളരെ സിമ്പിളായിട്ടുള്ള. അതിനെയാണ് സ്യൂഡോ കോഡ് അറിയുന്നത്. അതായത് ഇവിടെ കാണുന്നവരെ നമുക്കൊരു റിക്വയർമെൻ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, എന്തൊക്കെ ലോജിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാം. പക്ഷേ നമ്മൾ ഏത് പ്രോഗ്രാം ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല, അതുകൊണ്ട് തന്നെ കോഡ് എഴുതില്ല. പക്ഷേ ഓരോ സ്റ്റെപ്പുകളും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ ജനറലായിട്ട് എഴുതും. അപ്പോൾ ഏത് പ്രോഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മൾ സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ C++ യൂസ് ചെയ്തിട്ടോ ജാവ യൂസ് ചെയ്തിട്ടോ പൈത്തോൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിലും ഒരു പ്രശ്നം വരില്ല. കാരണം നമ്മുടെ കയ്യിൽ എങ്ങനെ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള കോഡ് എഴുതണം എന്നുള്ള ഒരു ജനറൽ ഐഡിയ ഉണ്ട്. അതാണ് സ്യൂഡോ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ സ്യൂഡോ കോഡ് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ലോജിക്ക് നമ്മൾ എഴുതി വെക്കുന്നതിന് ഒരു പ്ലെയിൻ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷിൽ നമ്മുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുന്നതിനാണ് സ്യൂഡോ കോഡ് അറിയാം. ഇങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ പ്രോഗ്രാം അല്ല എഴുതുന്നത്, അതുകൊണ്ട് തന്നെ സിൻറ്റാക്സിനെ കുറിച്ചൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇൻറ്റ് ഏജ് ഈക്വൽ ടു 10 സെമിക്കോളൻ എന്നാണ് സാധാരണ രീതിയിൽ കോഡ് എഴുതുക. പക്ഷേ അതിന് പകരം സ്യൂഡോ കോഡ് എഴുതുമ്പോൾ ഡിക്ലെയർ വേരിയബിൾ എന്നോ അല്ലെങ്കിൽ ഡിക്ലെയർ ഏജ് എന്നൊക്കെ സിമ്പിളായിട്ട് എഴുതി വെച്ചാൽ മതി. പിന്നെ മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആക്ച്വൽ ലോജിക്കും നമ്മൾ എഴുതാൻ പോകുന്ന കോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യും. സോ നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ഈ കോഡ് എഴുതാൻ പോകുന്നത് എന്ന് മാറ്റർ അല്ല, നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന സ്റ്റെപ്പുകൾ മാത്രമാണ് സ്യൂഡോ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഏത് പ്രോഗ്രാം യൂസ് ചെയ്തിട്ടും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. സോ എന്താണ് സ്യൂഡോ കോഡിൻ്റെ ഇത്ര ഇമ്പോർട്ടൻസ്? നമുക്ക് ഏത് പ്രോഗ്രാം വേണമെങ്കിലും സ്യൂഡോ കോഡായിട്ട് എഴുതി വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ വല്ല എറർ വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഏത് ലോജിക്കാണ് തെറ്റിപ്പോയത് എന്ന്. ഇനി സ്യൂഡോ കോഡിൻ്റെ റൂൾസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റൂൾസ്. പിന്നെ ചില ബേസിക് ആയിട്ടുള്ള കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എവിടെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു ലോജിക് ഉണ്ടെങ്കിൽ ഈഫ് എൽസ് യൂസ് ചെയ്യാം, ലൂപ്പ് ഉണ്ടെങ്കിൽ വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ഒക്കെ സ്പെസിഫൈ ചെയ്യാം. അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുന്ന രീതിയായിരിക്കും സ്യൂഡോ കോഡ്. ഇതിൻ്റെ കൂടെ ഇൻഡൻറ്റേഷൻ എന്ന് പറയും. അതായത് ഓരോ കോഡുകളും അല്ലെങ്കിൽ സബ് മൊഡ്യൂൾ വരുന്ന സമയത്ത് നമ്മളതിനെ കൃത്യമായിട്ട് സ്പേസ് വിട്ട് അത് കൃത്യമായിട്ട് എഴുതും. അത് ഞാൻ ഒരു സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഇനി നമ്മൾ സാധാരണ ഒരു സ്യൂഡോ കോഡിൽ ഉൾക്കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സ്റ്റാർട്ട്, അതായത് നമ്മുടെ സ്യൂഡോ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് യൂസ് ചെയ്യും. ഇൻപുട്ട്, നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു വേരിയബിളിലോട്ടൊരു വാല്യൂ റീഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇൻപുട്ട് കാണിക്കും. ദെൻ ഇഫ് എൽസ്, നമുക്ക് വല്ല ലോജിക്ക്, ഇപ്പോൾ ഒരു നമ്പർ മറ്റൊരു നമ്പറിനൊക്കെ വലുതാണോ ചെറുതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ലോജിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇഫ് എൽസ് കണ്ടീഷൻ യൂസ് ചെയ്യും. പിന്നെ പ്രിൻ്റ് എഫിന് പകരം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിസ്പ്ലേ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്യൂഡോ കോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് യൂസ് ചെയ്യും. അതേപോലെ വല്ല വേരിയബിളിലോട്ട് ഒരു സ്പെസിഫിക് ലോജിക്കോ അല്ലെങ്കിൽ ഒരു വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ്. ഇനി നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നിന്ന് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിക്വയർമെൻ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. 2 നമ്പറുകൾ നമുക്ക് ഇൻപുട്ട് ചെയ്യും, അതിൽ ഏറ്റവും വലിയ നമ്പർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിന് വേണ്ട ഒരു സ്യൂഡോ കോഡ് എഴുതുകയാണെങ്കിൽ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. സ്റ്റാർട്ട്, ഞാൻ പറഞ്ഞു ഇൻഡൻറ്റേഷൻ ഉണ്ടെന്ന്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞെങ്കിൽ കൃത്യമായിട്ടുള്ള സ്പേസ് കൊടുക്കണം. ഈ ബാക്കി വരുന്ന എല്ലാ കോഡും സ്റ്റാർട്ടിൻ്റെ എൻഡിൻ്റെ ഇടയിലാണ്, അതുകൊണ്ട് കുറച്ച് സ്പേസ് കൊടുക്കുന്നത്. അതിനാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻപുട്ട് നമ്പർ 1, ഇൻപുട്ട് നമ്പർ 2, അതായത് നമ്മുടെ പ്രോഗ്രാമിലോട്ട് 2 വേരിയബിൾ അല്ലെങ്കിൽ 2 വാല്യൂ ഇൻപുട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ഒരു കണ്ടീഷൻ, നമ്പർ 1 നമ്പർ 2 വലുതാണെങ്കിൽ ഡിസ്പ്ലേ നമ്പർ 1 ആസ് എ ലാർജസ്റ്റ് വാല്യൂ.
നമ്പർ 1 നമ്പർ 2 വലുതാണെങ്കിൽ നമ്പർ 1 ആണ് വലുത് എന്ന് ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ നമ്പർ 2 as ലാർജസ്റ്റ് വൺ. അത് കഴിഞ്ഞ് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത്. അതാണ് ഒരു ലാർജസ്റ്റ് നമ്പർ. 2 നമ്പറുകൾക്കിടയിൽ ഒരു ലാർജസ്റ്റ് നമ്പർ കാണാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ സ്യൂഡോ കോഡ്. ഇനി കുറച്ചും കൂടി വലിയൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ആ പ്രോഗ്രാമിൻ്റെ ഒരു സ്യൂഡോ കോഡ് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് കുറച്ചും കൂടി നീട്ടി വലിച്ച് എഴുതുകയാണെങ്കിൽ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രാം, അത് എൻഡ് ചെയ്യുന്നു. അപ്പോൾ 2 പാർട്ട്, ഒന്ന് സ്റ്റാർട്ട് ഉണ്ട്, ഒന്ന് എൻഡ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ കോഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ പ്രൈസ്, ക്വാണ്ടിറ്റി, ഡിസ്കൗണ്ട്. ഇത്തരം വേരിയബിൾസ് നമ്മുടെ പ്രോഗ്രാംസിൽ യൂസ് ചെയ്തിരുന്നു. പ്രൈസ് പറയുന്നത് എത്രയാണോ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, എത്ര ക്വാണ്ടിറ്റിയാണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ക്വാണ്ടിറ്റി, അതിൻ്റെ കൂടെ എത്രയാണോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി ഡിസ്കൗണ്ട്. ഈ 3 വേരിയബിളും യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ ടോട്ടൽ കോസ്റ്റ് പറയുന്ന ഒരു വേരിയബിൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം വേരിയബിൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഡിക്ലറേഷൻ പാർട്ട്. ദെൻ നമ്മുടെ ഫസ്റ്റ് പാർട്ട് പറയുന്നത് ഒരു വാല്യൂ പ്രൈസ് എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് സ്യൂഡോ കോഡിൽ ഡിസ്പ്ലേ എൻ്റർ ദ പ്രൈസ്, ആ വാല്യൂ റീഡ് ചെയ്യണം. നമ്മൾ സ്കാൻഎഫ് വെച്ച് റീഡ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട് പ്രൈസ് പറയുന്ന സ്യൂഡോ കോഡ് എഴുതി. ദെൻ അടുത്ത വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രിന്റ് എഫ് മെസ്സേജ് കൊടുത്തു, അത് റീഡ് ചെയ്യാൻ വേണ്ടി സ്കാൻഎഫ് യൂസ് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ എൻ്റർ ദ ക്വാണ്ടിറ്റി, അതിന് ഇൻപുട്ട് ക്വാണ്ടിറ്റി, കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഒരു ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ എൻ്റർ ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ബിറ്റ്വീൻ 0 to 100 എന്ന് പറഞ്ഞിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ എൻ്റർ ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, കറസ്പോണ്ടിങ് ആയിട്ട് ആ വാല്യൂ സ്കാൻഎഫിൽ റീഡ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇൻപുട്ട് ഡിസ്കൗണ്ട് പറഞ്ഞു. ഇത്രയും പാർട്ടാണ് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തതും നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ്റെ പാർട്ടായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ടോട്ടൽ കോസ്റ്റ് അറിയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഡിസ്കൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ എത്രയാണോ ടോട്ടൽ കോസ്റ്റ് കിട്ടിയത് അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള ടോട്ടൽ കോസ്റ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പ്രോഗ്രാമാണ് നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഒരു സാമ്പിൾ വെർഷനാണ്, സ്യൂഡോ കോഡിൻ്റെ ഒരു സാമ്പിൾ വെർഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തത്. ഇനി ഇതിനെ കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വേണമെങ്കിൽ വീണ്ടും സ്യൂഡോ കോഡ് വെച്ചിട്ട് തന്നെ എഴുതാം, കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ വരുന്ന സമയത്ത് ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഉണ്ട്, അതേപോലെ എൻഡ് ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഇവിടെ കുറച്ചും കൂടി കമൻ്റ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇതേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നമ്മളുടെ ഒരു പ്രോഗ്രാം പല രീതിയിൽ നമുക്ക് സ്യൂഡോ കോഡ് എഴുതാം. പക്ഷേ സ്യൂഡോ കോഡ് എഴുതുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പകർന്നു കൊടുക്കുക എന്ന് മാത്രമാണ്. സോ ഒരു റിക്വയർമെൻറ്റിന് പല രീതിയിൽ എഴുതാം. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്നതാണ് എപ്പോഴും സേഫ്. പക്ഷേ എപ്പോഴും നമ്മുടെ ലോജിക്ക് ക്ലിയറായി മനസ്സിലാവും. ചിലപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. ഇപ്പോൾ ഒരു സ്യൂഡോ കോഡ് എഴുതുന്ന സമയത്ത് ഓപ്ഷണലായിട്ട് നമുക്ക് കമൻറ്റും കൂടി ഉൾക്കൊള്ളിക്കാം. സാധാരണ ഇതിൽ സ്യൂഡോ കോഡ് ചെറുതാക്കാൻ വേണ്ടി കമൻറ്റ് ഒഴിവാക്കാറുണ്ട്. പക്ഷേ കമൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ചില സാഹചര്യങ്ങളിൽ കമൻറ്റ് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കമൻറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്യൂഡോ കോഡാണ് കാണിച്ചത്. സോ നമുക്ക് ലാസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്യൂഡോ കോഡിൻ്റെ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പം കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ സിൻറ്റാക്സ് നോക്കാതെ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുന്നതിനാണ് സ്യൂഡോ കോഡ് അറിയാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മളത് വേറൊരാൾ വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി കൊടുക്കുക എന്നാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് അത് എഴുതുന്നതിന്, നമ്മുടെ ലോജിക്ക് എഴുതുന്നതിനാണ് സ്യൂഡോ കോഡ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.